ഡീപ്പ് ട്രാൻസ്ക്രേനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ. ഇത്തരത്തിലുള്ള ചികിത്സാ രീതി വിഷാദ രോഗത്തിന് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഡീപ്പ് TMS എന്ന് പറയുന്നത് വളരെ നൂതനവും സാങ്കേതികമായിട്ട് പുതുതായിട്ട് കണ്ടുപിടിച്ച യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഒരു ചികിത്സാ രീതിയാണ്. ഇതിൽ നമ്മൾ ഈ ഡിപ്രഷൻ രോഗികൾക്ക് ഒരു കോയിൽ എന്ന് പറയുന്ന ഒരു കോയിൽ, അത് അതിൽക്കൂടെ കറൻറ്റ് കടത്തിവിടുമ്പം അതിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യപ്പെടുകയും ഇത്തരത്തിലുള്ള കോയിൽ നമുക്ക് തലച്ചോറിൻ്റെ മേലെ, അതായത് തലയുടെ മേലെ വയ്ക്കുമ്പം ഈ മാഗ്നറ്റിക് ഫീൽഡ് തലച്ചോറിൻ്റെ ഉള്ളിൽ ഒരു ഇലക്ട്രിക്കൽ ഫീൽഡ് ജനറേറ്റ് ചെയ്യപ്പെടുകയും അതുമൂലം നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ ഉള്ള ന്യൂറോൺസിനെ ഉത്തേജിക്കപ്പെടുകയും ഈ ന്യൂറോൺസ് ഉൾപ്പെടുന്ന ഒരു ന്യൂറൽ സർക്യൂട്ട് അത് ഉത്തേജിക്കപ്പെടുകയും അതുമൂലം ഈ ഡിപ്രഷൻ, വിഷാദ രോഗത്തിന് ശമനം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് ഈ ഡീപ്പ് TMS എന്നുള്ളത്. ഇത് വളരെ ഫലപ്രദമായിട്ടുള്ളൊരു ചികിത്സയാണ്. അതുപോലെ തന്നെ ഇതിന് പാർശ്വഫലങ്ങൾ ഇല്ല. ഇത് ഒരു രോഗിക്ക് ഔട്ട് പേഷ്യൻ്റായിട്ട് വീട്ടിൽ നിന്നും സ്വന്തമായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്ത് വന്ന് ഈ ചികിത്സ എടുത്ത് തിരിച്ച് യാതൊരു വിശ്രമവുമില്ലാതെ തിരിച്ച് പോകാൻ പറ്റുന്നൊരു ചികിത്സാ രീതിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള ഷേപ്പിലുള്ള ഒരു കോയിൽ, ഈ കോയിലിൽ കൂടെയാണ് നമ്മൾ കറൻറ്റ് കടത്തിവിടുന്നത്. ഇത്തരത്തിലുള്ള കോയിൽ ഒരു ഹെൽമെറ്റിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് അത് തലയുടെ മേലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടേണ്ട, അതായത് ഇലക്ട്രിക്കലി സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടേണ്ട ഭാഗം, ന്യൂറൽ സർക്യൂട്ട്സ് നമ്മൾ കണ്ടുപിടിച്ച് കമ്പ്യൂട്ടറിലെ ചില സാങ്കേതിക വിദ്യകളിലൂടെ കണ്ടുപിടിച്ച് ആ ഭാഗത്തെ മാത്രം പരമാവധി നമുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള മാക്സിമം സ്റ്റിമുലേറ്റ് ചെയ്ത് ഡിപ്രഷൻ മാറ്റിയെടുക്കുന്ന ചികിത്സാ രീതിയാണത്. ഇതിൽ നമ്മൾ ഈ ഡിപ്രഷനിൽ തലച്ചോറിൻ്റെ ഏത് ഭാഗങ്ങളൊക്കെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് റിവാർഡ്, പ്ലഷർ, മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്ന ഈ ചില ഇത്തരത്തിലുള്ള പ്രത്യേക കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഡോർസോ ലാറ്ററൽ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന തലച്ചോറിൻ്റെ ഒരു ഭാഗത്തെയാണ് ഈ ഇത്തരത്തിലുള്ള ഡീപ്പ് TMS വഴിയായിട്ട് ഉത്തേജിക്കപ്പെടുന്നത്. ഇതിലുപയോഗിക്കുന്ന കോയിലിൻ്റെ പേരാണ് H1 കോയിൽ. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മറ്റ് മരുന്നുകൾ പോലെയോ ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി, ECT പോലെയോ ഇതിന് ഇഞ്ചക്ഷൻ്റെ ആവശ്യമില്ല, രോഗിക്ക് വേദന എടുക്കുന്നില്ല, അതുപോലെ തന്നെ രോഗിക്ക് ഓർമ്മക്കുറവ് വരുന്നില്ല, രോഗിക്ക് അനസ്തേഷ്യയിൽ നിന്ന് റിക്കവറി ചെയ്തെടുക്കാവുന്ന പോലത്തുള്ള ബുദ്ധിമുട്ടുകൾ ഇതിന് അനുഭവപ്പെടുന്നില്ല. മറ്റ് മരുന്നുകൾക്ക് കൂടെ തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഡിപ്രഷനിൽ കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാകും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ചികിത്സാ രീതിയുടെ പ്രത്യേകത. നിരവധി പഠനങ്ങൾ, നമ്മളിതിനെ റാൻഡമൈസ് കൺട്രോൾ ട്രയൽസ് എന്നെല്ലാം പറയും, ലോകത്തിൻ്റെ പല ഭാഗത്തും മൾട്ടി സെൻറ്റർ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. പോസ്റ്റ് മാർക്കറ്റിംഗ് സ്റ്റഡി, ഇത്തരത്തിലുള്ള ഈ ട്രാൻസ്ക്രേനിയൽ മെഷീൻ വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള റിയൽ ലൈഫ് സ്റ്റഡീസിലെല്ലാം ഇത്തരത്തിലുള്ള ഈ ട്രാൻസ്ക്രേനിയൽ സ്റ്റിമുലേഷൻ തെറാപ്പി വിഷാദ രോഗത്തിന് വളരെ ഫലപ്രദമാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് തലച്ചോറിലേക്ക് വളരെ ഡീപ്പായിട്ട് ആഴ്ന്ന് ഇറങ്ങി ന്യൂറോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ ആ ന്യൂറോണൽ സർക്യൂട്ട്സിനെ മാക്സിമം സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഡീപ്പർ ഏരിയാസ് ഓഫ് ദ ബ്രെയിനും മാക്സിമം ബ്രോഡർ ഏരിയാസ് ഓഫ് ദ ബ്രെയിനും സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ ഫലപ്രാപ്തി കൈവരുന്നതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് റെസിസ്റ്റൻറ്റ് ഡിപ്രഷന്, അതായത് മരുന്നുകൾക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, ശമനം വരാത്ത അവസ്ഥയിലും ട്രീറ്റ്മെൻറ്റ് റെസിസ്റ്റൻറ്റ് ഡിപ്രഷനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. സാധാരണഗതിയിൽ ഡീപ്പ് TMS ഒരു സെഷൻ 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയാണ് എടുക്കുക. ഇത്തരത്തിലുള്ള ഒരു 30 സെഷൻ എങ്കിലും വേണ്ടി വരും ഇത്തരത്തിലുള്ള ഡിപ്രഷൻ എന്നുള്ള അസുഖത്തിന് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ നമുക്കൊരു പുതിയ ചികിത്സാ രീതി, അതിനെ നമ്മൾ പറയുന്ന ITBS എന്നാണ്, ഇൻ്റർമിറ്റൻറ്റ് ബീറ്റ സ്റ്റിമുലേഷൻ തെറാപ്പി എന്ന് പറയുന്ന ITBS സെഷൻ. ഇത് ഒരു 3 മിനിറ്റ് മാത്രം നിൽക്കുന്നൊരു സെഷനാണ്. അതിനുശേഷം 1 മണിക്കൂർ റെസ്റ്റ് കൊടുത്ത് അടുത്തൊരു 3 മിനിറ്റ് സെഷൻ കൊടുക്കുക. അങ്ങനെ ഒരു 6-7 സെഷൻ ഒരു ദിവസം തന്നെ ഇത്തരത്തിലുള്ള രോഗികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ITBS പ്രോട്ടോക്കോളാണ് നമ്മൾ ഡിപ്രഷൻ്റെ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 9-10 ദിവസത്തിനുള്ളിൽ തന്നെ രോഗികൾക്ക് വ്യക്തമായിട്ടുള്ളൊരു വ്യത്യാസം ഇത്തരത്തിലുള്ള ഡിപ്രഷനിൽ ഉണ്ടാകും എന്നുള്ളതാണ് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. വളരെ സേഫായിട്ടുള്ള, ഇന്നോവേറ്റീവായിട്ടുള്ള, അതേസമയം ലളിതവും രോഗികൾക്ക് യാതൊരു പാർശ്വഫലങ്ങളും ഉണ്ടാക്കാത്ത
ഒരു നൂതന ചികിത്സാ രീതിയാണ് ഇത്തരത്തിലുള്ള ഡീപ്പ് ട്രാൻസ്ക്രീനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ തെറാപ്പി.